റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ ആഡംബര കാറിന് തീപിടിക്കുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്ത വിവരം പുറത്തു വന്നതോടനുബന്ധിച്ച് റഷ്യയുടെ സൈനിക കമാൻഡർ പറഞ്ഞിരിക്കുന്ന പ്രസ്താവന ഇപ്പോൾ വിവാദമായി മാറിയിരിക്കുകയാണ്. പിന്നിൽ ഉക്രൈനാണ് എന്ന തരത്തിലാണ്. ഇതേക്കുറിച്ച് അന്വേഷണം നടത്തണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിരിക്കുന്ന അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. 2.5 കോടി വില വരുന്ന ലിമോസിൻ കാറാണ് കത്തുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്തത്. യഥാർത്ഥത്തിൽ അത്തരം കാറുകൾക്ക് ഇങ്ങനൊരു തീപിടുത്തം ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അതീവ സുരക്ഷയുള്ള കാറാണ്, ബുള്ളറ്റ് പ്രൂഫ് കാറാണ്. പിന്നെ ഏത് തരത്തിലാണ് ഇത്തരം സ്ഫോടനങ്ങൾ നടന്നത് എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണം റഷ്യ ആരംഭിച്ചിരിക്കുകയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ സുരക്ഷയുള്ള രാഷ്ട്ര നേതാക്കളിൽ ഒരാളാണ് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. വിമാനയാത്ര നടത്തുന്ന സമയത്ത് പോലും 2 വിമാനങ്ങൾ അദ്ദേഹത്തിന് പൈലറ്റായിട്ട് കൂടെ പോകുന്നത് സാധാരണമാണ്. അത്തരം സംഭവങ്ങളൊക്കെ അമേരിക്കയുടെ പ്രസിഡന്റിന് പോലും ഇല്ലാത്തതാണ്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ രാഷ്ട്ര ഭരണാധികാരികളെ ഇല്ലാതാക്കാനുള്ള ശ്രമം പല ഘട്ടങ്ങളിലും റഷ്യ ഉക്രൈന് നേരെയും ഉക്രൈൻ റഷ്യക്ക് നേരെയും നടത്തിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ ഇല്ലാതാക്കാനുള്ള കഠിന ശ്രമം പല ഘട്ടങ്ങളിലും റഷ്യ നടത്തിയത് പരാജയപ്പെടുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റ് മന്ദിരത്തോടനുബന്ധിച്ച് ഒരു അക്രമം ഇതിന് മുൻപ് കഴിഞ്ഞ വർഷം നടന്നിരുന്നു. അത്ഭുതകരമായ രീതിയിൽ അദ്ദേഹം രക്ഷപ്പെട്ടു. അപ്പോൾ വലിയ സുരക്ഷ ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ കേന്ദ്രീകരിച്ചുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് റഷ്യയുടെ പ്രസിഡന്റ് ഉണ്ടാകുന്ന സുരക്ഷ 10 മടങ്ങാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ഉക്രൈൻ്റെ പ്രസിഡന്റിനെ ഇല്ലാതാക്കുമെന്ന് ഇതിന് മുൻപ് റഷ്യയുടെ പ്രസിഡന്റ് പറഞ്ഞത് വലിയ വിവാദമാകുകയും അമേരിക്ക പോലും അതിൽ ഇടപെടുകയും അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഒരു രാഷ്ട്ര ഭരണാധികാരിയെ ഇല്ലാതാക്കാനുള്ള ശ്രമം മറ്റൊരു രാഷ്ട്ര ഭരണാധികാരിയുടെ ഭാഗത്തു നിന്നുണ്ടാവുക എന്ന് പറഞ്ഞാൽ ന്യായീകരിക്കാനോ അംഗീകരിക്കാനോ സാധിക്കാത്ത വിധമാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാമർശം. എന്നാൽ ഇപ്പോഴത്തെ അതിനോടനുബന്ധിച്ച് ഉക്രൈൻ്റെ പ്രസിഡന്റ് ഇങ്ങനൊരു കാര്യം കൂടി പറഞ്ഞതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. പുടിൻ കൊല്ലപ്പെടും, അതിന് ഒരുപാട് നാളൊന്നും ആവശ്യമില്ല. ഇങ്ങനെ ഒരു അഭിപ്രായം ഉക്രൈൻ്റെ പ്രസിഡന്റ് സെലൻസ്കിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെങ്കിൽ അതിന് പിന്നിൽ അമേരിക്ക വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്തുണ നൽകിയിട്ടുണ്ട് എന്ന സംശയം ഇപ്പോൾ പ്രബലമാവുകയാണ്, ബലപ്പെടുകയാണ്. അതല്ലാത്ത രീതിയിൽ ഉക്രൈൻ എന്ന് പറയുന്ന ഒരു 3ാം ലോക രാജ്യത്തിന്, റഷ്യ എന്ന് പറഞ്ഞ ലോകത്തിലെ ഏറ്റവും സൈനിക ബലവും ശക്തിയുള്ള രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ വധിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള ഒരു വിവരങ്ങൾ പബ്ലിക്കിൽ ഒരിക്കലും പറയുകയില്ല. അപ്പോൾ അമേരിക്കയോട് കൂടി ചേർന്ന് കൊണ്ട് എന്തെങ്കിലും പരിപാടികൾ ഒപ്പിക്കുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സംശയത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് മോസ്കോയെ കേന്ദ്രീകരിച്ചുകൊണ്ട് 2 ആക്രമണം ഉക്രൈൻ നടത്തിയിരുന്നു. അതിന് റഷ്യ പറഞ്ഞിരിക്കുന്ന മറുപടി ഭീകര സംഘം നടത്തുന്ന തരത്തിൽ സമാനമായിരിക്കുന്ന ആക്രമണമാണ് തലസ്ഥാനമായിരിക്കുന്ന മോസ്കോയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉക്രൈൻ നടത്തിയത്. 2 സൈനിക കമാൻഡർ, ഏറ്റവും സീനിയോറിറ്റി ഉള്ള ഒരു സൈനിക കമാൻഡറും തൊട്ട് അസിസ്റ്റന്റ് ആയിരിക്കുന്ന ഒരു കമാൻഡറുമാണ് കൊല്ലപ്പെട്ടത്. അപ്രതീക്ഷിതമായിരിക്കുന്ന ആക്രമണത്തിൽ കാറ് പൊട്ടിത്തെറിക്കുകയും തൊട്ടടുത്ത ബിൽഡിങ്ങിന് തീപിടിക്കുകയും ചെയ്തു. മറ്റൊന്ന് 2 പേർക്ക് പരിക്കേറ്റ വിവരവും ഒരാൾ പിന്നീട് മരണപ്പെട്ട വിവരങ്ങളൊക്കെ പുറത്തു വന്നതാണ്. അപ്പോൾ അത് അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ആക്രമണം. മോസ്കോ എന്ന് പറയുന്ന റഷ്യയുടെ തലസ്ഥാനത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉക്രൈൻ എന്ന് പറയുന്ന 3ാം ലോക രാജ്യം ഒരു ഭീകര സ്ഫോടനം നടത്തിക്കൊണ്ട് അവിടുത്തെ സൈനിക കമാൻഡറെ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്ന കാര്യമല്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഉക്രൈൻ്റെ ഇങ്ങനൊരു പ്രസ്താവന കൂടി പുറത്തു വന്നത്. 3 വർഷമായി ഇത്രയും വലിയ ലോകശക്തിയായിരിക്കുന്ന റഷ്യ ഉക്രൈനെതിരെ നിരന്തരം യുദ്ധം ചെയ്തിട്ടും അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കുന്നു, അതിജീവിക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ അത്ഭുതപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് സമഗ്രമായിരിക്കുന്ന അന്വേഷണം അനിവാര്യമാണ് എന്നുള്ളിടത്തേക്ക് തന്നെ റഷ്യ എത്തിയിരിക്കുകയാണ്. ഇനി മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ തിരിച്ചടികൾ റഷ്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ എത്രത്തോളം ബലപ്പെട്ടതാണ്, കനപ്പെട്ടതാണ് എന്നുള്ളതും പരിശോധിക്കേണ്ട കാര്യമാണ്. ലോകത്താകമാനമുള്ള രാഷ്ട്ര ഭരണാധികാരികൾ ഈ വിഷയത്തെ ഗൗരവമായിട്ട് തന്നെ എടുക്കുന്നുണ്ട്. കാര്യമെന്ന് പറയുന്നത് കൃത്യമായ രീതിയിൽ ഉക്രൈൻ ഈ കാര്യങ്ങൾ ലക്ഷ്യം കണ്ടുകൊണ്ടുള്ള അല്ലെങ്കിൽ അതിനുള്ള പിന്നാമ്പുറം പ്രവർത്തിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയപ്പെട്ടത് എന്ന് ഒരു അന്വേഷണത്തിൽ തെളിയപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആണവായുധം പോലെയുള്ള വലിയ രീതിയിലുള്ള തിരിച്ചാക്രമണം റഷ്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്ന് ഉറപ്പ് പറയാൻ വേണ്ടി സാധിക്കുകയില്ല. ആ തരത്തിലാണ് ഈ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ യൂറോപ്യൻ യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ
സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിട്ടുള്ള പ്രഖ്യാപനം അമേരിക്കയുടെ ഭാഗത്തുനിന്ന് പുറത്തു വന്നു. അദ്ദേഹം പറയുന്ന കാര്യം ഇങ്ങനെയാണ്: 50% എണ്ണയുടെ തീരുവ വർദ്ധിപ്പിക്കും. റഷ്യയുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങൾ എണ്ണ വാങ്ങുകയാണെങ്കിൽ നിലവിലുള്ള സാഹചര്യത്തേക്കാൾ 50% അത് കൂട്ടും. 15% താഴെയാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ എന്ന് വെച്ചാൽ സാമ്പത്തികപരമായ രീതിയിൽ ഞെരുക്കുക എന്നുള്ളതാണ് അമേരിക്ക ലക്ഷ്യമാക്കുന്നത്. അപ്പോൾ ഉക്രൈൻ്റെ ഈ പ്രഖ്യാപനം കൂടി വന്നതോടുകൂടി പിന്നാമ്പുറം വലിയ ശക്തികൾ, അമേരിക്ക അടങ്ങുന്ന സംഘം ഈ വലിയ പിന്നാമ്പുറം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതും, വധശ്രമം നടക്കില്ലെന്ന് ഉറപ്പ് പറയാനൊന്നും പറ്റില്ല. അമേരിക്കയുടെ പ്രസിഡന്റുമാർ തന്നെ 2-3 പ്രാവശ്യം 2-3 പ്രസിഡന്റുമാർ കൊല്ലപ്പെട്ടതാണ്. ഇപ്പോഴത്തെ നിലവിലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തന്നെ വധശ്രമത്തിൽ നിന്ന് അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ചെവിക്കാണ് വെടികൊണ്ടത്. ചെവി മുറിഞ്ഞ് ബ്ലഡ് പോകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഒരു സെക്കൻഡ് വ്യത്യാസത്തിനാണ് അത്ഭുതകരമായ രീതിയിൽ അദ്ദേഹം രക്ഷപ്പെടുന്നത്. അപ്പോൾ ഒരു ഒരുപാട് ഭരണാധികാരികൾ വ്യത്യസ്ത സാഹചര്യത്തിലും സമയങ്ങളിലും അപ്രതീക്ഷിതമായിട്ട് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ കൊല ചെയ്യപ്പെട്ട രാജ്യങ്ങളിലൊന്ന് പാകിസ്ഥാനാണ്. അവിടെ ഭരണം നടത്തിയ ഒരു പ്രധാനമന്ത്രി സുരക്ഷിതമായ രീതിയിൽ പിന്നെ പടിയിറങ്ങിപ്പോകൽ വളരെ അപൂർവമാണ്. ഒന്നുകിൽ കൊല്ലപ്പെടും, അതല്ലെങ്കിൽ ജയിലടക്കും. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രധാനമന്ത്രി ഇപ്പോൾ യഥാർത്ഥത്തിൽ ജയിലാണുള്ളത്. സൈനികർ ഭരണം പിടിച്ചെടുക്കും, പ്രധാനമന്ത്രി പിടിച്ച് ജയിലിടും. പ്രധാനമന്ത്രി കയറി വരും, സൈനികർ വെടിവെച്ച് കൊല്ലും. ഇങ്ങനത്തെ പരിപാടികൾ നടക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. അപ്പോൾ ഈ നിലവാരത്തിലേക്ക് ഉക്രൈൻ തരം താന്നിരിക്കുന്നു എന്നൊരു അഭിപ്രായം പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ശക്തമായിരിക്കുന്ന ഇടപെടലുകൾ ഉക്രൈൻ നടത്തുന്ന സമയത്ത് അതിശക്തമായിരിക്കുന്ന പിന്തുണ അമേരിക്കയുടെ ഭാഗത്ത് നിന്നില്ലെങ്കിൽ അതൊരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നു. അപ്പോൾ വധശ്രമം എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ലിമോസിൻ പൊട്ടിത്തെറിച്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെ നടന്നു എന്നുള്ളതും, ഏതൊക്കെ മാരക വസ്തുക്കൾ വെച്ചിട്ടാണ് അതിൻ്റെ പിന്നാമ്പുറം ഉക്രൈൻ ആണെങ്കിൽ ഉക്രൈൻ പ്രവർത്തിച്ചത് എന്നതിനെക്കുറിച്ചൊക്കെയാണ് അന്വേഷണം. അദ്ദേഹം ഈ കാറുമായിട്ട് ബന്ധപ്പെട്ട് ആ സമയത്ത് ഇല്ലാത്തത് കൊണ്ടാണ് അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടത്. മുന്നറിയിപ്പ് കിട്ടിയതിന് ശേഷം രക്ഷപ്പെട്ടു എന്നും പറയപ്പെടുന്നുണ്ട്. അത് ഇങ്ങനെ ഈ കാറിൽ എന്തെങ്കിലും സ്ഫോടക വസ്തുക്കൾ ഉണ്ട് എന്നുള്ളതല്ല, വളരെ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും അക്രമം ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള ഒരു വിവരങ്ങൾ ഇന്റലിജൻസ് വിഭാഗത്തു നിന്നെങ്ങാനും അദ്ദേഹത്തിന് ചോർന്ന് കിട്ടിയതായിരിക്കുന്ന വിവരം പറയുന്നുണ്ട്. എത്രത്തോളം വിശ്വാസയോഗ്യമാണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു പൂർത്തീകരണമൊന്നും ഇപ്പോൾ ഉണ്ടായിട്ടില്ല. ഏതായിരുന്നാലും റഷ്യയുടെ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് അദ്ദേഹം സഞ്ചരിക്കുന്ന സ്വകാര്യ വാഹനത്തിൽ ഇത്രയും ശക്തമായിരിക്കുന്ന ഒരു സ്ഫോടനം നടക്കുകയും തീപിടുത്തം ഉണ്ടാവുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്തത്. മാത്രവുമല്ല, അതിൻ്റെ പിന്നാമ്പുറം ഉക്രൈൻ ആണ് എന്ന തരത്തിൽ അദ്ദേഹം ഇതിനു മുൻപ് പുടിൻ കൊല്ലപ്പെടും എന്നൊരു വിവരം നൽകുകയും ചെയ്തു. അപ്പോൾ തീവ്ര ഭീകര വിഭാഗത്തിൻ്റെ സ്വഭാവ രീതികൾ എടുത്തുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ഒരു രീതിയിലേക്ക് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി മാറിയിരിക്കുന്നു എന്ന് റഷ്യ തന്നെ ഇതിനു മുമ്പ് അഭിപ്രായം പറഞ്ഞതാണ്. അവരൊരു രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരി ആയിട്ട് തന്നെ കാണാൻ വേണ്ടി സാധിക്കുകയില്ല, ഇങ്ങനത്തെ ഒരു ക്രിമിനൽ ആക്ടിവിറ്റി കൂടി ഉണ്ട് എന്ന തരത്തിലാണ്. അപ്പോൾ ഈ യുദ്ധത്തിൻ്റെ സാഹചര്യങ്ങളും അവസ്ഥകളും ഇപ്പോൾ എങ്ങോട്ട് പോകും എന്നതിനെക്കുറിച്ചാണ് ലോകം ആശങ്കപ്പെടുന്നത്. അതിമാരകവും ശക്തമായിരിക്കുന്ന ഒരു യുദ്ധം പുടിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ഇപ്പോൾ ഈ നിലവിലെ സാഹചര്യത്തിൽ മരണപ്പെട്ടിരിക്കുന്ന സൈനികരുടെയും ജനങ്ങളുടെയും എണ്ണത്തേക്കാൾ ഏകദേശം 10 മടങ്ങ് മരണസംഖ്യ കൂടാനുള്ള സാധ്യതയും നാശനഷ്ടങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്ത വിധം ഉണ്ടാവുകയും ചെയ്യുമെന്ന് വിലയിരുത്തുന്നു. റഷ്യയുടെ ഭാഗത്ത് നിലവിൽ മറുപടികളൊന്നും വന്നിട്ടില്ല. ആ മറുപടി ഏതാണോ ആ മറുപടിക്കനുസരിച്ചായിരിക്കും ഇനി മുന്നോട്ടുള്ള യുദ്ധം എന്ന തരത്തിലാണ്. സംഭവം നടന്നതിന് ശേഷം ഈ ഉക്രൈൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല. അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു മറുപടി ഉണ്ടായിട്ടില്ല. തങ്ങളാണെന്നോ അല്ലെന്നോ അതുമായിട്ട് ബന്ധപ്പെട്ട് യാതൊന്നും പറഞ്ഞിട്ടില്ല. ഇതിനിടയിൽ തന്നെ ഒരു യാത്രാ വിമാനം വെടിവെച്ച് വീഴ്ത്തിയുമായിരിക്കുന്ന ഒരു ബന്ധപ്പെട്ട ഒരു വിഷയം ഉണ്ടായിരുന്നു. അത് സൈനികരാണ് എന്ന് കരുതിയിട്ടാണ് റഷ്യ വെടിവെച്ചത് എന്നാണ് പറയുന്നത്. പകരം ഉക്രൈൻ റഷ്യ അതിന് പറയുന്ന മറുപടി എന്ന് പറഞ്ഞാൽ, ഈ വിമാനത്തിൻ്റെ അകത്ത് ഉക്രൈൻ്റെ സൈനികരായിരുന്നു ഉണ്ടായിരുന്നത്, അവർ തങ്ങളുടെ സൈനികർക്ക് നേരെ വെടിവെച്ചതിന് മറുപടിയായിട്ടാണ് തങ്ങൾ വെടിവെച്ചത്, ആ സമയത്താണ് ഈ ദുരന്തത്തിൽപ്പെട്ടത് എന്ന തരത്തിലുള്ള മറുപടിയും പറഞ്ഞു. ഏതായാലും ന്യായീകരണങ്ങളും അഭിപ്രായങ്ങളൊക്കെ പറയുന്നു എന്നല്ലാതെ നിരപരാധികൾ ഒരുപാട് കൊല്ലപ്പെടുന്നുണ്ട് എന്നുള്ളത് ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു യാഥാർത്ഥ്യമാണ്.